ഹായ് ഓൾ, വെൽക്കം ടു നോസി സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഭരണഘടന എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഭരണഘടന ഒരു കോമൺ ടോപ്പിക്കാണ്. എല്ലാ എക്സാമുകൾക്കും ഇത് കോമൺ ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് പഠിച്ചു പോകാം. വരുന്ന LGS എക്സാമിനും 10th പ്രിലിം എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയാണ്? മൗലിക അവകാശങ്ങളെ പറ്റിയാണ്. മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ, അത് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്ന ആർട്ടിക്കിൾസ്. ഭാഗം 2-ലാണ് പൗരത്വത്തെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണെന്ന് ഓർത്തിരിക്കുക. നിർദ്ദേശക തത്വങ്ങളെ പറ്റി പറയുന്നത് ഭാഗം 4-ലാണ്. 36 മുതൽ 51 വരെ ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റിയാണ്? നിർദ്ദേശക തത്വങ്ങളെ പറ്റിയാണ്. എത്ര മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്? 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. നേരത്തെ 7 എണ്ണമായിരുന്നു. സ്വത്തവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമല്ല. ഇപ്പോൾ സ്വത്തവകാശം എന്താണ്? ഇപ്പോൾ ഒരു നിയമ അവകാശമാക്കി മാറ്റി. ഈ മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശത്തെ 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം എന്താക്കി? ഒരു നിയമ അവകാശമാക്കി. അപ്പോൾ നിലവിലിപ്പോൾ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. മൗലിക അവകാശങ്ങളെ പറ്റി കുറച്ച് വിശേഷണങ്ങളുണ്ട്, അതൊക്കെ ഓർത്തിരിക്കുക. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 21 കേട്ടോ. ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് അറിയപ്പെടുന്നത്. ജീവിക്കാനുള്ള അവകാശത്തെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 21. അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ രാഷ്ട്രപതിക്ക് റദ്ദാക്കാനാവാത്ത മൗലിക അവകാശങ്ങളിൽ ഒന്നുകൂടിയാണ് 21. 20ഉം 21ഉം രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ കാലത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല? അത് റദ്ദ് ചെയ്യാനായിട്ട് കഴിയില്ല. അതേപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൗലിക അവകാശ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നതും സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. അതൊന്നും ഓർത്തിരിക്കാം. ഇനി ഇന്ത്യൻ ഭരണഘടന നമുക്ക് 6 മൗലിക അവകാശങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിള് ഏത് മുതൽ ഏത് വരെയാണ്? 14 മുതൽ 18 വരെയാണ്, ഓർത്തിരിക്കുക. അതിനുശേഷം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം രണ്ടാമത്തത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. അതിനുശേഷം ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24 പറയുന്നത് ചൂഷണത്തിനെതിരായുള്ള അവകാശമാണ്. അതിനുശേഷം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ ആർട്ടിക്കിളിൽ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ, ആർട്ടിക്കിൾ 29ഉം 30ഉം പറയുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെ പറ്റിയാണ്. ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, റിട്ടുകളെ പറ്റിയൊക്കെ പറയുന്നത് ഇതിനാണ് ആർട്ടിക്കിൾ 32-ലാണ്. ഓക്കെ, ഇത്രയൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി അത് 24-ാം ഭേദഗതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1971 കേട്ടോ ഈ ഭേദഗതി. ഈ ഭേദഗതി സമയത്ത് പ്രധാനമന്ത്രി അത് ഇന്ദിരാഗാന്ധിയാണ്. പ്രസിഡന്റ് VV ഗിരിയാണ്. VV ഗിരി. ഇത് ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി നിർബന്ധമായും അംഗീകാരം നൽകണം എന്ന് വ്യവസ്ഥ ചെയ്തതും ഈ ഭേദഗതി പ്രകാരമാണെന്ന് ഓർത്ത് ഇരിക്കുക. ഓക്കെ അല്ലേ? അടുത്തത്, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനും മൗലിക അവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ ഇച്ചിരി മുന്നേ പറഞ്ഞില്ലേ, അത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതിക്ക് വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇത് 1978-ലാണ് പാസ്സാക്കപ്പെടുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. 1978 പാസ്സാക്കിയ ഈ ഭേദഗതി 1979 ഏപ്രിൽ 30-നാണ് നിലവിൽ വരുന്നത്. ഈ ഭേദഗതി പ്രകാരം
ഭരണഘടനയുടെ ഭാഗം 3 എന്താണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 31 ആർട്ടിക്കിളിൽ എന്തിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു? നേരത്തെ സ്വത്തവകാശത്തെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അത് ആ പട്ടികയിൽ നിന്ന് എടുത്ത് മാറ്റി ഭാഗം 12 ആർട്ടിക്കിൾ 300A ഒരു നിയമ അവകാശമാക്കിയിട്ട് ഉൾപ്പെടുത്തി. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു വ്യവസ്ഥയാണ് ലോകസഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 നിന്ന് 5 വർഷമാക്കി. അതേപോലെ ക്യാബിനറ്റ് എന്ന പദം ആർട്ടിക്കിൾ 352 കൂട്ടിച്ചേർത്തു. ക്യാബിനറ്റ് എന്ന് പറയുന്ന പദം ഈ ക്യാബിനറ്റ് എഴുതി നൽകുന്ന നിർദ്ദേശപ്രകാരം, ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തതും ഈ ഭേദഗതി പ്രകാരമാണ്. അതേപോലെ ഈ ആർട്ടിക്കിൾ 352 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിരുന്ന ആഭ്യന്തര കലഹം എന്നത് മാറ്റിയിട്ട് സായുധ വിപ്ലവം എന്ന വാക്കുകൂടി കൂട്ടിച്ചേർത്തു. അതേപോലെ ഇച്ചിരി മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, അടിയന്തരാവസ്ഥ സമയത്ത് റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകൾ 20, 21 അങ്ങനെ റദ്ദ് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്തതും ഈ 44 ഭേദഗതി പ്രകാരമാണ്. പിന്നെ ഒന്ന് ഓർത്തു വെച്ചേക്കുക, 44 ഭേദഗതി വഴി കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ 134A 361A ആണ്. അതേപോലെ തന്നെ ഈ ഭേദഗതി വഴി ഒഴിവാക്കിയ അനുച്ഛേദങ്ങൾ ചോദിച്ചാൽ അത് 31, 257A, 329A എന്നിവയൊക്കെയാണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം, പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അതേതാണ്? അത് അനുച്ഛേദം 16 കേട്ടോ. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 6 മൗലിക അവകാശങ്ങളിൽ റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശത്തിന് കീഴിലാണ് ഈ പൊതുനിയമനങ്ങളിലുള്ള അവസര സമത്വം വരുന്നത്. അതിൽ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണമാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. 16 ഈ പറയുന്നത് പൊതുനിയമനങ്ങളിൽ അവസര സമത്വം. 17 ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കപ്പെട്ടൊരു വകുപ്പാണ് അയിത്ത നിർമ്മാർജ്ജനം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അയിത്ത നിർമ്മാർജ്ജനത്തെ പറ്റി പറയുന്നതാണ് ഇത് ആർട്ടിക്കിൾ 17. 18 ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കലാണ്, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് കേട്ടോ. ബഹുമതികൾ നിർത്തലാക്കലാണ് അനുച്ഛേദം 18 പറയുന്നത്. സോ അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് ഇരിക്കണം. അടുത്ത ചോദ്യം, അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അത് 359 വകുപ്പ് പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ എന്ത് ചെയ്യുന്നത്? നിഷേധിക്കപ്പെടുന്നു. ഏതൊക്കെ ഒഴികെ? 20ഉം 21 ഒഴികെ ബാക്കി എല്ലാ മൗലികാവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നത് 359 വകുപ്പ് പ്രകാരമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ്? അത് 1962 ഒക്ടോബർ 26 ഓക്കെ, അന്ന് 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചതിനെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇതിനുശേഷം 1971 ഇന്ത്യ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ രാഷ്ട്രപതി VV ഗിരിയാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ജഗജീവൻ റാമാണ് കേട്ടോ. ജഗജീവൻ റാം. ഓക്കെ, ഇനി ഇന്ത്യയിൽ അവസാനമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഓക്കെ, പ്രധാനമന്ത്രി ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇതിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്, അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇല്ലേ, അതിൽ നിന്നാണ്. ഓക്കെ,
പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് ഈ മൗലിക അവകാശങ്ങൾ റദ്ദാക്കാം എന്നുള്ളൊരാശയം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്നാണ് ചോദിച്ചാൽ അത് ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്നാണ്. വെയ്മർ ഭരണഘടന, ജർമ്മനിയുടെ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന് പറയുന്നൊരാശയം കടമെടുത്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്, ജർമ്മനിയുടെ വെയ്മർ ഭരണഘടനയിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഈ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥകൾ 3 തരത്തിലാണുള്ളത്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ പറയുന്ന ആർട്ടിക്കിൾ 352 ഓക്കെ, 352 ദേശീയ അടിയന്തരാവസ്ഥ പറയുന്ന ആർട്ടിക്കിൾ. സംസ്ഥാന അടിയന്തരാവസ്ഥ പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 356 ഓക്കെ. അതേപോലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറയുന്നത് 360 ഇത് ഓർത്തിരിക്കണം. 352 ദേശീയ അടിയന്തരാവസ്ഥ പറയുന്നത്. സംസ്ഥാന അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് അനുച്ഛേദം 356. സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് അനുച്ഛേദം 360. ഓക്കെ ആണോ? സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്തൊരു ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? 1993 അല്ലേ? 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12 ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. സർദാർ പട്ടേൽ ഭവനാണ് ആസ്ഥാനം. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങൾ 6. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെങ്കിൽ അത് 3 കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. രംഗനാഥ മിശ്രയായിരുന്നു. പിന്നെ ഈ അംഗങ്ങളുടെ ചെയർമാൻ്റെയും കാലാവധി ഓർത്തിരിക്കണം. 3 വർഷവും 70 വയസ്സുമാണ് കേട്ടോ. 3 വർഷവും 70 വയസ്സും. മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. ഓക്കെ. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം? മനുഷ്യാവകാശ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, പിന്നെ ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, അതേപോലെ മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക എന്നിവയൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? അത് 1998 കേട്ടോ. 98 ഡിസംബർ 11. ഓക്കെ. ഈ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ഞാൻ പറഞ്ഞു ഗവർണറാണ്, പക്ഷെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനായിരുന്നത് ജസ്റ്റിസ് MM പരീത് പിള്ളയാണെന്നും കൂടെ ഓർത്തിരിക്കണം. MM പരീത് പിള്ള. ഓക്കെ അല്ലേ? അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയായിരിക്കാം. ഇനി അടുത്തത്, താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്ത വ്യക്തി ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. അദ്ദേഹം എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല.
എന്ന് വെച്ചാൽ 2019 മനുഷ്യാവകാശ ഭേദഗതി പ്രകാരം എന്താണ് കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, അതേപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, അതേപോലെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സണൽ വിത്ത് ഡിസബിലിറ്റീസ്, പിന്നെ NCPCRൻ്റെ ചെയർപേഴ്സൺ, ഇവരെല്ലാം എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ആര് എക്സ് ഒഫീഷ്യോ അംഗമല്ല? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി എക്സ് ഒഫീഷ്യോ അംഗമല്ല. ഓക്കെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? അവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സംസ്ഥാനത്ത് ആരായിരിക്കും? മുഖ്യമന്ത്രി കേട്ടോ. അടുത്തത് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ്? അത് അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ. അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, നിയമം മുഖേന ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ 6 അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ദേശീയ വനിതാ കമ്മീഷനിൽ. അലോക് റാവത്ത് പറഞ്ഞതുപോലെ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാണ്. ഓക്കെ. ഈ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്നത് ചോദിക്കും. അത് ജയന്തി പട്നായിക് ആണ്. ആരാണ്? ജയന്തി പട്നായിക് ആണ്. 2 തവണ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായത് ഗിരിജ വ്യാസാണ്. ഈ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ഡൽഹിയിൽ നിർഭയ ഭവനാണ്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന 1995 സെപ്റ്റംബർ 15-നാണ്. ഓക്കെ. അത് ആക്ട് പാസ്സാക്കിയത് 1995 സെപ്റ്റംബർ 15-നാണ്. ഈ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ അത് സുഗതകുമാരിയാണ്. കേരള വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഓർത്തിരിക്കണം, സ്ത്രീ ശക്തി. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണ്? അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. വെറും അധ്യക്ഷനല്ല, സ്ഥിര അധ്യക്ഷനായിരുന്നു. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്? 1946 ഡിസംബർ 6. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിസംബർ 6-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഓക്കെ. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിലെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അത് താൽക്കാലിക അധ്യക്ഷനായിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. അതും ഡിസംബർ 9-നാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഡിസംബർ 11-നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷനായിട്ട് വരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയെപ്പറ്റി പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് ചോദിച്ചാൽ അത് BN റാവു ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അത് HC മുഖർജിയാണ്. ആരാണ്? HC മുഖർജിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതി ആരാണ്? അത് ഡോക്ടർ S രാധാകൃഷ്ണനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയും ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണനാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഇച്ചിരി മുന്നേ നമ്മൾ പറഞ്ഞില്ലേ, രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് നമ്മൾ പറഞ്ഞു 1993 ഒക്ടോബർ 12-ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനായിട്ട് അധികാരമുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയുടെ എന്താണ്? മൗലിക അവകാശമാണോ?
മൗലിക സ്വാതന്ത്ര്യമാണോ? നിയമം മൂലം നിർബന്ധിതമായ കടമയാണോ? ഏതാണ്? ഇതൊന്നുമല്ല അല്ലേ, ഒരു നിയമ അവകാശമാണ്. സമ്മതിദാന അവകാശം എന്ന് പറയുന്നത്, റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് എന്താണ്? അതൊരു നിയമ അവകാശമാണ്. അടുത്ത ചോദ്യം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വിവേചനം പാടില്ല, അത് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 15. ഓക്കെ. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് പാർലമെൻറ്റിനാണുള്ളത്. ഓക്കെ. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ് കേട്ടോ, ഗ്യാനി സെയിൽ സിംഗ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്താണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം ഏതാണ്? സ്വത്തവകാശം അല്ലേ, സ്വത്തവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമാർജനം. അടുത്ത ചോദ്യം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നത് ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19 കേട്ടോ. ഏതൊക്കെയാണത്? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, പിന്നെ സമ്മേളന സ്വാതന്ത്ര്യം, സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം, പിന്നെ തൊഴിൽ, വ്യാപാരം, വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇതെല്ലാം പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 19 കേട്ടോ. 6 തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ പറയുന്നത്. ശരി, അടുത്തത്, ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിൻ്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്നത് ആർക്കാണ്? അത് രാഷ്ട്രപതിക്കും ഗവർണർക്കുമാണ്. ഓക്കെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി അല്ലേ, പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയായിരുന്നത് ജയന്തി പട്നായിക് ആണ്, ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്, കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ഏത് സ്ഥാപനത്തിൻ്റെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ്? നിയമമാണ്. അത് 1993 സെപ്റ്റംബർ 28 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? സെക്രട്ടറി ജനറൽ ആണ്. അടുത്തത്, ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 വരെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമാണ് 29, 30 ആർട്ടിക്കിൾ പറയുന്നത്. അടുത്തത്, നിയമത്തിൻ്റെ അനുമതിയോടെ അല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21 21. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 32 കേട്ടോ, 32 അനുച്ഛേദമാണ്. അടുത്ത ചോദ്യം, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ്? 1946 ഡിസംബർ 9. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സൗജന്യവും നിർബന്ധിതവുമായിട്ട് മാറി. അത് ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നതെന്ന് പറയുന്നത് തെറ്റാണ്. 2010 ഏപ്രിൽ 1 നിലവിൽ വന്നത്. അപ്പോൾ പ്രസ്താവന ആൻസർ എന്ത് വരും?
പ്രസ്താവന 1, 2, 3 ശരി എന്ന് വരും. 2002 86 ഭേദഗതി പ്രകാരമാണ് ഏത് കൂട്ടിച്ചേർത്തത്? 21A കൂട്ടിച്ചേർത്തത്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. 86 ഭേദഗതി. അടുത്തത്, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി 42 ഭേദഗതിയാണ്. 42 ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42 ഭേദഗതിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠം. അടുത്തത്, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമാർജനം. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് കേട്ടോ. ഹേബിയസ് കോർപ്പസ്. റിട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് അല്ലേ. ഇത് റിട്ടവകാശം സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദമാണ് 32 കേട്ടോ സുപ്രീം കോടതിക്ക്. ഇനി ഹൈക്കോടതിയുടെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം പറയുന്നത് ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 5 തരം റിട്ടുകളാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഓക്കെ. പൗരന്മാരെ നിയമവിരുദ്ധമായിട്ട് തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായിട്ടുള്ള ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഈ ഹേബിയസ് കോർപ്പസ് ഭരണാധികാരികൾക്ക് എതിരായിട്ട് മാത്രമല്ല സ്വകാര്യ വ്യക്തികൾക്കും വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സംഘടനകൾക്കും എതിരായിട്ടും പ്രയോഗിക്കാവുന്നതാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഇത് ഹേബിയസ് കോർപ്പസ്. ഓക്കെ. അടുത്തത് മാൻഡമസ്. മാൻഡമസ് എന്ന് വെച്ചാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് മാൻഡമസിൻ്റെ അർത്ഥം കേട്ടോ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, ഒരു വ്യക്തി തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് കോടതി ഇത് പുറപ്പെടുവിക്കുന്നത്. വേക്കനിങ് കോൾ എന്നറിയപ്പെടുന്നതാണ് ഈ മാൻഡമസ് എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾ, രാഷ്ട്രപതി, ഗവർണർമാർ, പാർലമെൻറ്റ് തുടങ്ങിയവയ്ക്ക് എതിരായിട്ട് മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും മറ്റൊരാളുടെ അവകാശങ്ങളെ ഹനിക്കുകയും ചെയ്യുമ്പോഴാണ് കോടതി ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ ആണോ. അടുത്തത് പ്രൊഹിബിഷനാണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യാണ്. കീഴ്ക്കോടതികൾക്ക് അധികാര അതിർത്തി ലംഘിക്കുകയോ കീഴ്ക്കോടതികൾ അവരുടെ അധികാരത്തിൻ്റെ അതിർത്തി ലംഘിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവിക നീതിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിനാണ് മേൽക്കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. മേൽക്കോടതി എന്ന് വെച്ചാൽ ചിലപ്പോൾ ഹൈക്കോടതി ആയിരിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ആയിരിക്കാം. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇതെന്ന് പറയാം. വിലക്കാണ് ഒരാളെ. ഓക്കെ. ഫോർബിഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഒരു ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് എതിരെ മാത്രമേ ഈ റിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറപ്പെടുവിക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് സെർഷ്യോററി. സെർഷ്യോററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുവാൻ ഉത്തരവിടുന്ന റിട്ടാണിത് സെർഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക, ടു സർട്ടിഫൈ എന്ന് അർത്ഥം. അതുപോലെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർഷ്യോററി റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഓക്കെ. അതൊന്ന് ഓർത്തിരിക്കുക. അടുത്തത് കോ വാറണ്ടും ആണ് കേട്ടോ. കോ വാറണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തധികാരം എന്നാണ് അർത്ഥം. എന്തധികാരം? ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറണ്ടോ എന്ന് പറയുന്നത്. ഈ കോ വാറണ്ടോയുടെ ഒരു ചോദ്യമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോ വാറണ്ടോ ആണ്. ഇത് പൊതുസ്ഥാപനങ്ങൾക്കാണ് ബാധകം. അത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ.
എന്ന് വെച്ചാൽ ഒരു അർഹതയില്ലാത്ത ഒരു ഉദ്യോഗത്തിൽ ഒരാൾ കയറി പറ്റുകയും നിയമാനുസൃതമല്ലാത്ത അധികാരം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കോടതിക്ക് ഈ റിട്ടിലൂടെ കഴിയും. അതാണ് ക്വോ വാറണ്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇരുന്ന് നന്നായിട്ടിരുന്ന് പഠിക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്